ഞങ്ങൾ CRPFൻ്റെ ക്യാമ്പിൻ്റെ അകത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വണ്ടി വാഷ് ചെയ്യാൻ ഉള്ള പെർമിഷൻ കിട്ടി. അപ്പോൾ അവരുടെ തന്നെ വാഷ് സെൻറ്ററിൻ്റെ അകത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരെയായിട്ട് കയറ്റുകയാണ്. നിഷി നീ എടുക്കുന്നില്ലേ? ആ കൊണ്ടുവെക്കോ. കൊണ്ടുവച്ചോ. അല്ല 3 വെച്ചോളാൻ പറഞ്ഞു. ഞാനിത് കഴിഞ്ഞിട്ട് വേണം കൊണ്ടുവയ്ക്കാൻ. ഞങ്ങളുടെയൊക്കെ വണ്ടി ഭയങ്കര റോഡ് ഭയങ്കര മോശമായിരുന്നു. ഫുൾ പൊളിഞ്ഞ് ശരിക്കും ജമ്മു കണ്ടാൽ നമ്മൾ സഹിക്കില്ല. നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ റോഡിലൊന്നും സൈഡിലൊന്നും നിർത്താൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് പൊടിയും കാര്യങ്ങളുമായിരുന്നു. ഞങ്ങളുടെ ഇവിടം വരെ എത്തിയത് തന്നെ വിറ്റ്സ് ഗോഡ്സ് ഗ്രേസ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടികൾ എങ്ങനെ സെക്കൻഡ് വണ്ടി കയറ്റുകയാണ്. ആണോ? സെക്കൻഡ് വണ്ടിയും കയറ്റി. അങ്ങനെ നമ്മളെ വണ്ടി ഇതേണ്ടേ. നമ്മൾ ഭയങ്കര ഭാഗ്യമുള്ളവരൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ CRPFൻ്റെ വാഷിംഗ് സെൻറ്ററിൽ മാത്രമേ നമ്മളെ വണ്ടി കഴുകാറുള്ളൂ. അപ്പോൾ ഞങ്ങളെ വണ്ടി ഇതേണ്ടേ കഴുകിയെടുത്തു, സുന്ദരികളാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ എവിടെയാണെന്ന് അറിയാമോ? ഞങ്ങളുടെ എൻ്റെ ജമ്മുവിലാണെങ്കിൽ പോലും നമ്മൾ നിൽക്കുന്ന ഒരു മലയാളിയുടെ വീട്ടിലാണ്. ഞങ്ങളുടെ കേരള വിഭവങ്ങളാണ് ഈ നിരന്നിരിക്കുന്ന. ഓണത്തിന് പോലും ഞാനിങ്ങനെ കണ്ടില്ല. ഇതാണ് ഫഹദിൻ്റെ കൂടെയാണ് നമ്മളിന്ന്. ബാക്കി ഫുഡ് കഴിച്ചിട്ട് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജമ്മുവിലെ CRPFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. ഞങ്ങൾ പ്രോട്ടീൻ ബാസ് കഴിക്കുകയാണ്. പക്ഷേ എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ കഴിക്കില്ല. പക്ഷേ ഇതിപ്പോൾ വീഡിയോ വന്ന എന്താ വെച്ചാൽ ഇവരുടെ K2K എക്സ്പെഡിഷൻ കഴിഞ്ഞു. ഇനി മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഉദംപൂറിൻ്റെ അവിടെ നിന്ന് വീണ്ടും മണ്ണിടിച്ചിൽ വന്നു, റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വിടുന്നില്ല, CRPFുകാർ ഞങ്ങളെ വിടുന്നില്ല. CRPF എന്നല്ല, ഞങ്ങളെ പരിചയത്തിലുള്ള ആർമി ആയിരുന്നാലും പിന്നെ BSFിലായിരുന്നാലും ഫ്രണ്ട്സൊക്കെ മുകളിലോട്ട് കയറണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ഇവർക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ K2K എന്നുള്ളൊരു എക്സ്പെഡിഷൻ. അതെന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് നാളെ രാവിലെ റിട്ടേൺ ഇറങ്ങുക. ഒന്നേന്ന് പറയതല്ല അല്ല ഇല്ലേ. ഇപ്പോൾ നമ്മളെ ഈ റൈഡിൽ എന്താ പറയാനാ, എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഉണ്ട്, പറഞ്ഞു. നേരത്തെ എണീക്കണം. നീ പറഞ്ഞാൽ മതി. അല്ല, നീ പറയണം. എണീറ്റ് കഴിഞ്ഞ് ഞാൻ 4 മണിക്ക് എണീറ്റിട്ട് 5:05 റെഡിയായിട്ട് തിരിച്ചു വരാം എന്ന് വെച്ചാൽ എനിക്ക് ഈ നിഷിക്കും അങ്ങനെയല്ല. നിഷി ഞങ്ങൾക്ക് ഈ 2 ബാഗിലായിട്ട് സാധനം എടുത്ത് വെക്കുന്നത് നമുക്ക് വലിയ ശീലമില്ലാത്തൊരു കാര്യമാണ്. ഞങ്ങൾ വെച്ച് കഴിയുമ്പോഴേക്ക് പിന്നെ ഓർക്കുന്നത് അയ്യോ എൻ്റെ മറ്റേ സാധനം മറ്റേ ബാഗിലാണോ, പിന്നെ ഈ ഡ്രസ്സ് മുഴുവൻ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് വേണം വയ്ക്കാൻ. ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ടൈമൊക്കെ എടുക്കും കേട്ടോ. എനിക്ക് ആദ്യത്തെ ഷോക്ക് കിട്ടുന്നത് പുള്ളിക്കാരി പറഞ്ഞു ഈ ഒറ്റ റൈഡിങ് ഗിയർ കൊണ്ട് വേണം 50 ദിവസം കഴിയാമെന്ന്. എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ടാസ്ക്കായിരുന്നു. ഞാൻ എന്നിട്ടും ചോദിച്ചു, ഞാൻ ഡൽഹിയിലേക്ക് കൊറിയർ ചെയ്തോട്ടെ വേറൊരു സെറ്റ് എന്ന്. പറ്റില്ല എന്ന് തീർത്തും പറഞ്ഞു. അന്ന് എനിക്ക് ആദ്യമായിട്ട് ദേഷ്യം തോന്നിയത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറല്ലേ, ഗുരു അല്ലേ, ശാപമൊന്നും പിടിച്ച് മേടിക്കണ്ട, റൈഡ് എത്തണമല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. പക്ഷേ ഞങ്ങൾ ഭയങ്കര ഇതായിട്ട് പോയി, ജെല്ല് ചെയ്ത് പോയി. പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾ K2K കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എല്ലാവരുടെ പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. പാരൻസിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും പിന്നെ അതിനെങ്കാട്ടിയൊക്കെ ഇത് ഞങ്ങൾക്ക് താങ്ക്സ് ഷൈനിയോടാണ്. ബിക്കോസ് പുള്ളിക്കാരി ആ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. വിഷയം അങ്ങനെ തന്നെയായിരിക്കണം. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഉംലിംഗയുടെ അവിടെ നിന്നിട്ട് K2Kയുടെ ഇതിടണം എന്നായിരുന്നു. അത് നടന്നില്ല എന്നുള്ള ഒരു സങ്കടമുണ്ട്. പിന്നെ മറ്റേ കൊടി അവിടുന്ന് തന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെയും കാലിയാക്കി ഇട്ടിരിക്കുകയായിരുന്നു. അത് നടന്നില്ല. അത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും പറ്റൂല. ഈ വഴിക്ക് എവിടെന്നെങ്കിലും നമുക്ക് ഒപ്പിക്കാന്നാ പറഞ്ഞു. നമുക്ക് എവിടെ നിന്ന് കിട്ടും? ജമ്മു കയറിയപ്പോൾ മുതൽ ഞങ്ങൾ റോഡിന്റെ സിറ്റുവേഷൻ കാണുന്നു. അത് ശരിക്കും വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾ ഇതിനു മുമ്പ് ജമ്മുവിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളൊരു വഴിയായിരുന്നു. പക്ഷെ അതിപ്പോൾ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ശരിക്കും ഒരു വല്ലാത്ത മോശ കാഴ്ചയാണ്. നമ്മൾ ആ ഭംഗിയൊക്കെ പോയി ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി നിർത്തി എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഫുൾ റോഡ് മുഴുവനും പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നു. ഫുൾ പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജമ്മു കയറണം എന്നുള്ളൊരിതുണ്ടായിരുന്നു 5 മണിക്ക് മുമ്പ്. അതുകൊണ്ട് ഞങ്ങൾ കവർ ചെയ്ത് വന്നതാണ്. പോയിട്ട് നോക്കി പറയാം. അപ്പോൾ പിന്നെ ഞങ്ങളെ ഏറ്റവും ഇതിനകത്തുള്ള രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാ ദിവസവും രാത്രി റിവ്യൂ കൊടുക്കണം. നമ്മളെ റിവ്യൂ ഉണ്ട്. റിവ്യൂ നാട്ടുകാരെ മൊത്തം ശല്യപ്പെടുത്തി കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു റൈഡ് ഇനി തീർന്നിട്ടില്ല. ഞങ്ങൾ റൈഡ് നിർത്തിയിട്ടില്ല. ഇവിടെ നിന്ന് ജമ്മുവിൽ നിന്ന് ഞങ്ങൾ നാളെ ഇറങ്ങുന്നുണ്ട്. നേരെ അമൃത്സർ വാഗാ ബോർഡർ, അവിടെ നിന്ന് നേരെ ഞങ്ങൾ പിന്നെ ഡൽഹി തിരിച്ചു പോയിട്ട് രാജസ്ഥാൻ മൊത്തം കറങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. ഇവർ രാജസ്ഥാനും ഇറങ്ങി പിന്നെ അഹമ്മദാബാദ് പോയി ഇവർ താഴോട്ട് ഇറങ്ങും, ഗോവ വഴിക്ക് താഴോട്ട് ഇറങ്ങും. ഞാൻ മാത്രം വീണ്ടും ബോർഡർ വഴി ഡൽഹിയിൽ വന്നിട്ട് വീണ്ടും എൻ്റെ റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം 6 മാസം റൈഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. കുറച്ച് സ്ഥലത്തെല്ലാം ഫ്ലഡഡ് ആയിട്ടുണ്ട്, നോർത്തും ഉണ്ട്. നോക്കട്ടെ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് നിന്നും എങ്ങനെയൊക്കെ ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് വരാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഫെബ്രുവരിയോടുകൂടെ നാട്ടിലെത്തണം. അതുവരെ റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്, നടക്കും. അപ്പോൾ ഇനി എന്തായാലും ഉംലിംഗ്ല പാസ് എന്നുള്ളത് ഇവർക്കൊരു മോഹമായിട്ട് ബാക്കി നിൽക്കണുണ്ട്. പക്ഷെ അത് ഞങ്ങൾ പിന്നെ ഉപേക്ഷിക്കില്ല. അടുത്ത വർഷം വീണ്ടും ട്രൈ ചെയ്യും. നമ്മളുണ്ടെങ്കിൽ വീണ്ടും 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 നമുക്ക് ആ സ്ഥലങ്ങൾ കാണാൻ പോകാമല്ലോ. എത്ര നമ്മൾ അടുത്ത പ്രാവശ്യം മറ്റേ പുതിയ ഓപ്പൺ ചെയ്യണ പാസും കൂടെ നമ്മൾ കണ്ടിട്ട് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം. എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നടക്കാതെ വന്നു കഴിഞ്ഞാൽ പുതിയ എന്തോ നമ്മളെ കാത്തിരിക്കണു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ എന്തോ ഒരു നല്ല കാര്യം നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.